നാടെങ്ങും ഓണത്തിരക്കേറിയതോടെ വിപണികൾ കീഴടക്കുകയാണ് ചെങ്ങാലിക്കോടൻ വാഴക്കുലകൾ. തൃശൂരുകാരുടെ തനത് കാർഷിക വിഭവങ്ങളിലൊന്നാണ് നേന്ത്രക്കുലകളിലെ രാജാവെന്നറിയപ്പെടുന്ന ഈ ചെങ്ങാലിക്കോടൻ. ഉപ്പേരി വറക്കാനും ശർക്കര വരട്ടിക്കും മാത്രമല്ല, ഉത്രാട ദിനത്തിൽ ഗുരുവായൂരപ്പന് കാഴ്ച സമർപ്പിക്കാനും തൃശൂരുകാർക്ക് ചെങ്ങാലിക്കോടൻ കൂടിയേ മതിയാകും. ചെങ്ങാലിക്കോടൻ നേന്ത്രപ്പഴങ്ങളില്ലാതെ ഒരു ഓണക്കാലം മലയാളികൾക്ക്, പ്രത്യേകിച്ച് തൃശ്ശൂരുകാർക്ക് ചിന്തിക്കാനേ ആവില്ല. തേനൂറും മധുരവും സ്വർണ്ണവർണ്ണത്തിലുള്ള പഴങ്ങളും പഴങ്ങൾക്ക് ചന്തമേകുന്ന ചുവന്ന അടയാളവും വിലയിലും വിപണിയിലും കേമനായ ചെങ്ങാലിക്കോടനില്ലാതെ എന്തൊരോണമല്ലേ. രാജ്യത്തിന്റെ ഭൗമസൂചിക പട്ടികയിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ച 13ാമത്തെ ഉൽപ്പന്നമാണ് ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുല. സദ്യവട്ടങ്ങൾക്കായും ആരാധനാലയങ്ങളിലെ ആവശ്യങ്ങൾക്കായും ഉപയോഗിക്കുന്ന ഈ നേന്ത്രക്കുലകൾ തൃശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിൽ മാത്രമാണ് വളരുന്നതും വലുതാകുന്നതും. അത് ഏറ്റവും സ്വാദ് കൂടുതലുള്ള പഴം ചെങ്ങാലിക്കോടനാണ്. കാണാൻ ചന്തവും തുടുതുടാന്നിരിക്കും, കളറുണ്ടാവും. അതാണ് ചെങ്ങാലിക്കോടൻ്റെ പവർ. മറ്റുള്ള കായൊക്കെ എന്ന് പറഞ്ഞാൽ സ്വാദ് കുറയും. കാഴ്ചക്കൊലയ്ക്ക് പലപ്പോഴും പോകാറുണ്ട്. പല ഗുരുവായൂർക്കൊക്കെ ഇത് കണ്ണമാനം വരേക്കൊന്നും പോവും. ഇപ്പൊ ഇത്തിരി കുറഞ്ഞൊന്ന് മാത്രം. ഒരു കൊച്ചുകുട്ടിയെ വളർത്തും പോലെ വലിയ പരിചരണം നൽകിയാണ് കർഷകർ ചെങ്ങാലിക്കോടൻ വാഴകൾ വളർത്തുന്നത്. വന്യമൃഗങ്ങളിൽ നിന്നും കീടരോഗങ്ങളിൽ നിന്നും സംരക്ഷിച്ച് 10 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കുലകൾ ഓരോന്നും വിളവെടുക്കുന്നത്. ലക്ഷണമൊത്ത ഒരു കുലയ്ക്ക് 18 മുതൽ 25 കിലോയോളം തൂക്കം വരും. വിപണിയിൽ 80 രൂപയോളം ശരാശരി വിലയുള്ള ചെങ്ങാലിക്കോടന് ഓണക്കാലം എത്തിയാൽ വീണ്ടും വില കുതിച്ചുയരും. ഇനി കാഴ്ച സമർപ്പിക്കാനും വഴിപാടുകൾക്കുമാണ് ആളുകൾ വാങ്ങുന്നതെങ്കിൽ മോഹവില നൽകേണ്ടി വരും നേന്ത്രപ്പഴ രാജാവിന്. വിപണി ഇപ്പോ നല്ല കായ 100 രൂപയുടെ മുകളിലേക്ക് വില ഉണ്ട്. കാഴ്ചക്കൊല പോണത് മോഹവിലയായിട്ട് കൊടുക്കണുണ്ട്. കൊലയ്ക്ക് 2000, 2500 ആ റേഞ്ചിൽ പോകുന്നുണ്ട്. എവറേജ് ഒരുവിധം കുഴപ്പമില്ലാത്ത കായ 100 രൂപ. പിന്നെ താഴെയുണ്ട്, തുടം കുറവുള്ളൊക്കെയാണ് ഒരു 80, 70. 100 രൂപ എവറേജ് നല്ല കായ്ക്ക് ഇപ്പോൾ റേറ്റ് ഉണ്ട്. നല്ല കായ്ക്ക് കിട്ടാം, നല്ല കരച്ചന്തവും നല്ല തൂക്കമുള്ള കായ്ക്ക് 100 രൂപ റേറ്റ് ഉണ്ട്. തലപ്പള്ളി താലൂക്കിൽ ഉൾപ്പെട്ട വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലും വേലൂർ, കടങ്ങോട്, വരവൂർ, മുള്ളൂർക്കര, തെക്കുംകര, മുണ്ടത്തിക്കോട്, കൈപ്പറമ്പ്, മുണ്ടൂർ, ചൂണ്ടൽ പഞ്ചായത്തുകളിലുമാണ് ചെങ്ങാലിക്കോടൻ വ്യാപകമായി കൃഷി ചെയ്യുന്നത്. താലൂക്കിനും ജില്ലയ്ക്കും പുറത്ത് ചെങ്ങാലിക്കോടൻ നട്ടുവളർത്തി വിളവെടുക്കാൻ പലരും ശ്രമിച്ചെങ്കിലും ഇതിനോടകം അത്ര കണ്ട് ആരും തന്നെ വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് വിളവെടുക്കുന്ന ചെങ്ങാലിക്കോടൻ കുലകളാണ് മേഖലയിലെ കർഷകരെ ഓണമൂട്ടുന്നതെന്നും പറഞ്ഞാൽ തീരെ അധികപ്പറ്റാവില്ലെന്ന് ചുരുക്കം. ഓണവിപണിയിലെ മിന്നും താരമാണ് ചെങ്ങാലിക്കോടൻ വാഴക്കുലകൾ. തൃശൂരിന്റെയും പ്രത്യേകിച്ച് തലപ്പള്ളി താലൂക്കിന്റെയും ഈ തനത് കാർഷിക ഉൽപ്പന്നത്തിന് അതുകൊണ്ട് തന്നെ വലിയ ഡിമാൻഡാണെന്ന കാര്യം പറയേണ്ടതില്ലല്ലോ. ഓണക്കാലം ഇങ്ങെത്തിയതോടുകൂടി വിളവെടുപ്പ് തിരക്കിലാണ് പ്രദേശത്തെ ഭൂരിഭാഗം കർഷകരും. ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.